വാർത്തകൾ തുടരുന്നു. ശബരിമലയിൽ ഒരു തീർത്ഥാടകനെ പോലും നിർത്തിക്കൊണ്ടു പോകാൻ പാടില്ലെന്ന് KSRTCയോട് ഹൈക്കോടതി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ് ഉപയോഗിക്കരുത്, അങ്ങനെയുണ്ടായാൽ നടപടിയെടുക്കുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ KSRTCക്ക് കോടതി നൽകിയ കർശന നിർദ്ദേശങ്ങൾ? ഈ KSRTC ശബരിമല സീസണിൽ സർവീസ് നടത്തുന്ന അവരുടെ ഒരു മൊണോപ്പൊളിയാണ് വർഷങ്ങളായി തന്നെ അവിടെ ഉള്ളത്. മറ്റ് സ്വകാര്യ സർവീസുകൾ അത് അനുവദിക്കാറുമില്ല. അത് നിലയ്ക്കലിനും പമ്പയ്ക്കും ഇടയിലാണ് ഏറ്റവും കൂടുതൽ അത്തരത്തിൽ നടക്കാറുള്ളതും. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ആളുകളെ കുത്തി നിറച്ചുകൊണ്ട് പോകുന്നതാണ്. അയ്യപ്പന്മാർക്ക് ഇരിക്കാനുള്ള സാഹചര്യം പോലും പല വാഹനങ്ങളിലും ഉണ്ടാകാറുമില്ല. ഇതിനാണ് ഇപ്പോൾ കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരൊറ്റ ബസ് പോലും ഉപയോഗിക്കരുത് എന്നാണ് കോടതി പറയുന്നത്. ഒരു തീർത്ഥാടകനെ പോലും നിർത്തിക്കൊണ്ടുപോകാൻ പാടില്ലെന്നും അങ്ങനെ കണ്ടാൽ കർശന നടപടി KSRTCക്കെതിരെ ഉണ്ടാകുമെന്നും ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ ഈ മാസത്തെ വെർച്വൽ ക്യൂ അതിൻ്റെ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഈ മാസം 30-ന് മാത്രമാണ് ഏതാനും സ്ലോട്ടുകൾ ഇനി അവശേഷിക്കുന്നത്. നട തുറക്കുന്ന 15 മുതൽ 29 വരെ ഒരു സമയത്തും വെർച്വൽ ക്യൂ ഒഴിവില്ല എന്ന വിവരം കൂടി സന്നിധാനത്തു നിന്ന് വരുന്നുണ്ട്. 30-ന് സന്ധ്യ കഴിഞ്ഞ് ഏതാനും ഒഴിവുകൾ മാത്രം ബാക്കിയുണ്ട്. 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി സമയക്രമം ലഭിക്കുന്നത്. ഒഴിവുകളില്ല, കൂടുതൽ ഒഴിവുകൾ ഈ ദിവസങ്ങളില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ അടക്കം നമ്മൾ പരിശോധിക്കും. ബ്രേക്കിംഗ് അവേഴ്സിൽ കൂടുതൽ വാർത്തകളുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ചേരും. നമസ്കാരം.